പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. വടുതല ഭാഗത്ത് അസീസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ തൻ്റെ നാട്ടുകാരനായ ഒരാൾ വന്നിട്ട് ഈ ഉസ്താദിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉസ്താദ് പറയാണ്. വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് എൻ്റെ പ്രിയമുള്ളവർ നമുക്കിത് കേൾക്കാനും നമുക്കിത് പറയാനും കഴിയുകയുള്ളൂ. കാരണം നമ്മുടെയൊക്കെ ഇത്രത്തോളം ഒരു സ്നേഹവും വാത്സല്യവും നിറഞ്ഞ നമ്മുടെയൊക്കെ ഒരു നാട്ടിൽ, നമ്മുടെയൊക്കെ രാജ്യത്ത്, സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ കഥ പറയുന്ന നമ്മൾ ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നു, പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഒരു ഹൈന്ദവ സഹോദരനാണ്. ഒരു ഹൈന്ദവ സഹോദരന്, യഥാർത്ഥത്തിലൊരു ഹിന്ദുവായ ചെറുപ്പക്കാരന് സഹോദരന് ഹിന്ദു എന്ന മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഒരു മുസ്ലിം അവരുടെ മാല അരിച്ചെന്നോ വസ്ത്രം അയച്ചെന്നോ അല്ലെങ്കിൽ അടിച്ചു എന്നോ നമുക്ക് കേൾക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? എന്നാലോ ഈ ചെറുപ്പക്കാരൻ തൻ്റെ തലയിലിരിക്കുന്ന തലപ്പാവ് വലിച്ചയച്ചത്രേ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിൻ്റെ അത്ര അത് പിടിച്ചിട്ട് ഈ ഉസ്താദിനെ അടിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചത്, നീ തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി പോവല്ലേ? പക്ഷേ മദ്യലഹരിയിലാണ് എന്നൊക്കെ പിന്നെ റിപ്പോർട്ടും മറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ മദ്യലഹരിയിലായ ആൾക്ക്, അതുപോലെ തന്നെ ഈ ഭ്രാന്ത് എന്ന് പറയും അല്ലേ, ഈ ഭ്രാന്തനായ ആൾക്ക് എങ്ങനെയാണ് ഈ ഒരൊറ്റ വാക്ക് മാത്രം കിട്ടുന്നത്? നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം എവിടെ നിന്ന് ലഭിക്കുന്നു അല്ലേ? അത് നമുക്ക് വലിയൊരു അത്ഭുതമാണ്, വലിയൊരു സംഭവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അല്ലേ? കാരണം മറ്റു വിഷയങ്ങളിലും മറ്റെന്തൊക്കെ ചെയ്യാണ്ട്, മറ്റെന്തൊക്കെ പറയും ഭ്രാന്തിലെ ആളുകൾ അല്ലെങ്കിൽ കള്ളു കുടിച്ച ആളുകൾ. പക്ഷേ ഈ മുസ്ലിയാക്കന്മാരെ കാണുമ്പോൾ മാത്രം ഇങ്ങനൊരു പ്രവണത വരുമ്പോൾ അത് വലിയ അത്ഭുതമാണ് അല്ലേ? ഇപ്പം നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ തൊട്ട് നാടുകളിലൊക്കെ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുകയാണ്. നമുക്കൊക്കെ ഒരുപാട് ഹൈന്ദവരായ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ലവരായ മക്കളുണ്ട് നമ്മുടെയൊക്കെ കൂടെ. പക്ഷെ അവർക്കൊന്നും ഇതുപോലത്തെ വർഗീയവാദങ്ങൾ പ്രചരിപ്പിക്കാനോ വർഗീയത പറയാനോ സാധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു RSS എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു സംഘടന അതിൻ്റെ 100ാമത്തെ വാർഷികത്തിലേക്കൊക്കെ കടക്കാൻ അത്രേ. ഞാൻ മനസ്സിലാക്കുകയാണ്, നിങ്ങളൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വലിയ സംഭവം വീരവാദം മുഴക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടെ ആ ഉസ്താദ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഒരു 3:15 എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നടന്നാ പോരുന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, വണ്ടിയൊന്നുമില്ലാത്ത കാരണം ഞാൻ നടന്നാ പോരുന്നു. പോകുന്ന വഴി ആ വളവിൽ വെച്ച് മധുവിൻ്റെ 2ാമത്തെ മകൻ, അവൻ്റെ പേര് ഷെറിനെന്നാണെന്ന് പറഞ്ഞു, അവനെന്നെ തടഞ്ഞു നിർത്തുകയും അവൻ്റെ കയ്യിൽ മീൻ പിടിക്കുന്ന ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിന് കിട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാനത് തടുത്ത് അവനെന്നെ തള്ളുകയും അതുപോലെ തന്നെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും തലപ്പാവൊക്കെ താഴെയിട്ടു. തൊപ്പി കിട്ടിയില്ല, തലപ്പാവ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അവൻ അസഭ്യങ്ങൾ ധാരാളം പറഞ്ഞു. ഭീകരവാദി, തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോവുകയാണ്, നീ ആരാടാ, ഇങ്ങനെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കുത്താനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണ് സംഭവം നടന്നേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവന് വന്നിട്ട് അവനും അവൻ്റെ അമ്മയും അവൻ്റെ മൂത്തച്ഛനും ഒരു തടുത്ത് ഉള്ളിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി. വീണ്ടും അവൻ എൻ്റെ പിന്നാലെ വന്നു. പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അവൻ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഭയങ്കരമായിട്ട് തെറി ധാരാളം പറഞ്ഞിട്ടുണ്ട്. കേട്ടോ നിങ്ങൾ ഈ ഉസ്താദ് പറഞ്ഞ വാക്ക് അല്ലേ? നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ്. ഈ ഒരു രാജ്യത്ത് നമ്മുടെ സാഹോദര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈന്ദവനായിട്ട് നമ്മൾ നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, ക്രൈസ്തവ സഹോദരനെ സ്നേഹിക്കുന്നു, അവരും ഇങ്ങോട്ടും അങ്ങനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്. പക്ഷേ ഈ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ
സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം. ഇത് കേട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഹൈന്ദവനായ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്ന്. അവർക്ക് വലിയ ഹിന്ദുത്വവാദികളാണ്, ഹിന്ദുത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അവരൊക്കെ, ഈ ചെയ്യുന്ന ആളുകളൊക്കെ. മുസ്ലിമീങ്ങൾ അടിക്കുന്നവർ, അതേപോലെ തന്നെ മക്കാമുകളിൽ കയറി പൊളിക്കുന്നവർ, തട്ടം വിട്ട് കണ്ടവരെ അല്ലെങ്കിൽ തലപ്പാവ് ധരിച്ചവരെ കാണുമ്പോൾ തീവ്രവാദി എന്ന് വിളിക്കുന്നവർ, ഭീകരവാദി എന്ന് വിളിക്കുന്നവർ, ഇവരൊക്കെ ഹിന്ദുത്വവാദികളായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം അമ്പലത്തിൽ പോകുന്ന ഒരാളെ പിടിച്ചിട്ട് അടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിൽ പോയിട്ട് മണ്ണ് വാരി എറിയുന്നുണ്ടോ? പൊളിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും കൂടുതൽ മക്കാമ്പുകൾ പൊളിക്കുന്നു, പള്ളികൾ പൊളിക്കുന്നു. അതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും ക്ഷേത്രം പൊളിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മത് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ചവനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹൈന്ദവൻ്റെ ദേവാലയത്തിൻ്റെ മുന്നിൽ പോയിട്ട് എൻ്റെതാണെന്നും പറഞ്ഞിട്ട് ഒരു പിടി മണ്ണ് വാരിയെടുക്കുന്നത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ സമയത്താണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതാണ് മുസ്ലിം. യഥാർത്ഥത്തിൽ മുസ്ലിം അതാണ്. മുത്തുനബി എന്ത് പറഞ്ഞുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പരിചയപ്പെടുത്തിയോ അതിനനുസരിച്ച് ജീവിക്കുന്നവർ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു, ഒരു വീഡിയോ കാണാൻ. ഒരു ഹൈന്ദവയായ ഒരമ്മ, ഒരു സഹോദരി തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു ഉപ്പ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിക്ക് പോകുമ്പോൾ തലയിലൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ അമ്മ ഇൻസ്റ്റഗ്രാമിലും മറ്റൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ പല വിഷയങ്ങളുമായിട്ട് കിടലുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ അമ്മ വീഡിയോസ് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, ഇതാ നിങ്ങളൊരു വീഡിയോ എടുക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കട്ടെ, ആ തലയിൽ ആ തൊപ്പി ഒന്ന് ഇട്ടാണേ. അപ്പോൾ ആ തലയിൽ തൊപ്പി ആ ഉപ്പ ഇടുമ്പോൾ പറയണം, ഇപ്പോഴാണ് യഥാർത്ഥം നല്ലൊരു മാപ്പിളായത്. നല്ല ഒരു നമുക്ക് സന്തോഷം തോന്നുന്നൊരു വീഡിയോ. മനസ്സിലായോ? അതാണ് നമ്മുടെ നാട്. അതാണ് നമ്മുടെ നാട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥലത്ത് തന്നെ എത്രയോ ഹൈന്ദവരായ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എൻ്റെ നാട്ടിൽ എത്ര ഹൈന്ദവരായ സുഹൃത്തുക്കളുണ്ട്, ക്രൈസ്തവരായ സുഹൃത്തുക്കളുണ്ട്. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്ന എത്ര ആളുകളുണ്ടെന്നറിയും. ഇപ്പോൾ കഴിഞ്ഞ റബീഉൽ അവ്വലിനൊക്കെ വളരെ മനോഹരമായിട്ട് ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സന്തോഷത്തോടെ ഹൈന്ദവരായ സഹോദരങ്ങളുടെ വീടുകളിലൊക്കെ സൽക്കാരങ്ങൾ ഒരുക്കിയത്, ചീരണി ഒരുക്കിയത്, മധുരപാനീയങ്ങൾ ഒരുക്കിയത്, ഒരു സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുന്നത്, നമ്മൾ ആ ഒരു സന്തോഷത്തോടെ അവരുടെ സ്വീകാര്യത നമ്മൾ കൊള്ളുന്നത്, എന്തൊരാനന്ദമായിരുന്നു എന്നറിയോ. ഇതാണ് നമ്മുടെയൊക്കെ നാട്. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് എൻ്റെ പ്രിയമുള്ളവരെ തോന്നുന്നത്. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.